നമ്മൾ പിള്ളേരെ പള്ളിക്കൂടത്തി വിടുമ്പോ എത്ര വീട്ടിൽ നിന്നുള്ള പിള്ളേരായിരുന്നു? 30 പിള്ളേരുള്ള ഒരു ക്ലാസ് ആണ്, 30 കുടുംബത്തിലെ പിള്ളേർ വരും. ഈ ബാക്കി 29 കുടുംബത്തിലെ നമ്മളെങ്ങനെ തിരുത്തും? 3 ദിവസം ഈ പട്ടി നായ ഒക്കെ കേട്ട് കഴിഞ്ഞ് വന്നാൽ വീട്ടിൽ വന്നും ഇഷ്ടക്കേട് എന്തെങ്കിലും കാണുമ്പോൾ ഇത് പ്രയോഗിക്കാം എന്നവളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യും. ഇൻഫർമേഷൻ വിൽ ബിക്കം നോളജ് ആൻഡ് ഇറ്റ്സ് എ സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ്. അമ്മ അതിന് തടയിട്ടില്ലെങ്കിൽ, അതുകൊണ്ട് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, സംഗതിയുടെ മൊത്തം കിടപ്പുവശം നമ്മൾ പെണ്ണുങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് ഇവിടെ കുറച്ച് സ്ത്രീകളെ വന്നിട്ടുള്ളെങ്കിലും വന്ന സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത്, സ്ത്രീകൾ വരാത്ത വീട്ടിലെ പുരുഷന്മാരോട് എനിക്ക് പറഞ്ഞ് ഏൽപ്പിക്കാനുള്ളത്, നിങ്ങളൊക്കെ വീട്ടിൽ പോയി ഉത്തരവാദിത്തപ്പെട്ട സ്ത്രീകളോട് ഇക്കാര്യം പറയണം. അതെ, ഈ വീട് മോശമാകുന്നതിന് ഡോക്ടർ വരെ പറഞ്ഞു, ഈ വീട് മോശമാകുന്നതിന് എന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടെന്ന് നീ ഒരൊറ്റ ഒരുത്തിയ ഇങ്ങനെ പറയാനല്ല. നീ കുറച്ചും കൂടി ഈശ്വര വിശ്വാസത്തിലും ചിട്ടയോടെയും സ്നേഹം കൊണ്ട് എല്ലാവരെയും, സ്നേഹപാശത്താൽ ബന്ധിക്കുക എന്ന് പറയും, സ്നേഹം കൊണ്ട് എല്ലാവരെയും ഒരു കാണാച്ചരടിൽ കൂട്ടി നിർത്തിയും കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോയാൽ നോക്ക്. നിങ്ങൾ ഇങ്ങനെ നടന്ന് ഞാനിപ്പോ ഈ ചെയ്യുന്ന പോലെ ഒന്നും വിളിക്കുന്ന എല്ലായിടത്തും പോയി പ്രഭാഷണം നടത്തി അങ്ങനെയൊന്നുമുള്ള സാമൂഹിക സേവനം ചെയ്യേണ്ട. അതിനിങ്ങനെ ഞങ്ങൾ കുറെ പേരുണ്ടല്ലോ. നിങ്ങൾക്കുണ്ടായ പിള്ളേരെ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വാടാ എന്ന് തന്നെ അർത്ഥം എന്ന് നമ്മുടെ വീട്ടിലുള്ള പകുതി പിള്ളേർക്ക് ഇന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് വാടാ എന്നൊരു കമാൻഡ് നിങ്ങളില്ലല്ലോ, ഒന്ന് പറഞ്ഞു നോക്കിയാ ഇന്ന് വീട്ടിൽ പോയിട്ട്. പകുതി പിള്ളേർ ഇത് കേൾക്കുകയില്ല. കേട്ടവര് എന്നൊന്ന് പറഞ്ഞെങ്കിലായി. ചിലപ്പോഴെങ്ങാനും ഒന്ന് വന്നെങ്കിൽ രക്ഷപ്പെട്ടു.